സൺഡേ സ്പെഷ്യൽ ബീഫ് ഉലർത്തിയതായാലോ. കഴുകി വെച്ച മല്ലിയില, കരിവേപ്പില, പുതിനയില, പിന്നെ 2 സവാള അരിഞ്ഞതും, അരമുറി നാരങ്ങ. അപ്പോൾ കഴുകി വെച്ച ബീഫിലോട്ട് നമുക്ക് 1 ടീസ്പൂണ് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കരിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കുരുമുളക് ക്രഷ് ചെയ്തിട്ടും കൂടി ഉള്ളത് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒരു 5-6 വിസിൽ നമുക്ക് വേവിക്കാം. വെന്ത് വരുന്നുണ്ട്. അപ്പം നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് പാൻ ചൂടായതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായാൽ അതിലേക്ക് നമുക്ക് സവാള ഇടാം. സവാള ഒന്ന് ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിന് ശേഷം ഒന്ന് സിമ്മിലാക്കി വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമോ സിമ്മിലിട്ട് ചെയ്താൽ മതി. ഉപ്പിട്ടിട്ട് ഒന്നും കൂടി വഴറ്റിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഈ മൂടി വെച്ചിട്ട് വേവിക്കുമ്പോൾ നമ്മളിത് അടിയിൽ പിടിക്കാണ്ടെയും അല്ലാണ്ട് മുരിഞ്ഞു പോകാണ്ടെയും നോക്കും. അപ്പോൾ സവാള നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് ക്രഷ് ചെയ്തിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി മൂപ്പിക്കാം. അപ്പം ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിം വേണ്ട, നമുക്കൊരു മീഡിയം ഫ്ലെയിമിലത് മതി. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടില്ല, അധികം മസാല വേണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇതും സിമ്മിലിട്ടാൽ മതി. അതിനുശേഷം ആവശ്യത്തിന് നമുക്ക് തൈര് എടുക്കാം. തൈര് നമുക്ക് സോഫ്റ്റ് ആകും, ഈ ബീഫൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആകും. അപ്പോൾ വെന്ത ബീഫും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് യോജിപ്പിക്കാം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നാരങ്ങ നീരിട്ടിക്കാം. നല്ല സ്വാദാണ് നാരങ്ങ നീരിട്ടിച്ചാൽ. അതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല ഇടാം. ലാസ്റ്റ് നമുക്ക് ഇലകൾ ഇടയാം. അപ്പോൾ നമ്മുടെ ഉഗ്രൻ ബീഫ് ഉലർത്തി റെഡിയായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതേപോലത്തെ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ.